പെരുന്നാൾ നിസ്കാരവും വെള്ളിയാഴ്ച ജുമായും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ, അഥവാ പെരുന്നാൾ വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച ദിവസവും പെരുന്നാളും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളിയാഴ്ച ദിവസത്തിലെ ജുമാക്ക് ഇളവുണ്ട്. പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ച ഒരാളുടെ മേൽ വെള്ളിയാഴ്ച ദിവസത്തെ ജുമാ എന്തല്ല, വാജിബല്ല. പകരം അദ്ദേഹത്തിന് വേണമെങ്കിൽ പങ്കെടുക്കാം, വേണ്ട എന്നുണ്ടെങ്കിൽ ആൾക്കത് ഉപേക്ഷിക്കാം. മുആവിയ ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കും, അശഹിത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദൈൻ ഇജ്തമഅ ഫീഹി, രണ്ട് ഈദുകൾ ഒരുമിച്ചതായ ഒരു ദിവസത്തിൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ? രണ്ട് ഈദുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വെള്ളിയാഴ്ച ദിവസവും പിന്നെ ഒന്നെങ്കിൽ ഈദുൽ ഫിത്ർ അല്ലെങ്കിൽ ഈദുൽ അദ്ഹ. ഖാല നഅം, അദ്ദേഹം പറഞ്ഞു അതെ. ഖാല ഫകൈഫ സനഅ, അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് എങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ചെയ്തത്? ഖാല സല്ലൽ ഈദ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കരിച്ചു. സുമ്മ റഖസ ഫിൽ ജുമുഅ, എന്നിട്ട് ജുമുഅ നിസ്കാരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് നൽകി. ഫഖാല മൻ ശാഅ അൻ യുസല്ലി ഫൽയുസല്ലി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആർക്കെങ്കിലും നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കരിച്ചോളട്ടെ. അഥവാ ജുമുഅ നിസ്കാരം ആരെങ്കിലും നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കരിച്ചോളട്ടെ. ദുഹർ നിസ്കാരം, അതായത് ഇവിടെ വാജിബ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്തിലാണ്? ജുമുഅ നിസ്കാരത്തിലാണ്. ദുഹർ നിസ്കാരത്തിന്റെ വാജിബ് ഒരിക്കലും വീണ് പോരാ. ദുഹർ നിസ്കാരം നിർബന്ധമായിട്ടും ആ നിസ്കരിക്കണം. ജുമുഅന്റെ രീതിയിൽ നിസ്കരിക്കുക എന്നുള്ളത് അവന്റെ മേൽ വാജിബല്ല. ഈ ഒരു രീതിയിൽ തന്നെയായിരുന്നു സഹാബാക്കളും ഉണ്ടായിരുന്നത്. അവരിങ്ങനെ ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഈ ഒരു കാര്യം ഉപേക്ഷിച്ചപ്പോൾ, അഥവാ അദ്ദേഹം എന്ത് ചെയ്തു? പെരുന്നാൾ നിസ്കരിച്ചു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ജുമുഅ നിസ്കരിക്കാൻ അദ്ദേഹം വന്നില്ല. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ കൂട്ടത്തിലുള്ള പണ്ഡിതനാണ്, സഹാബാക്കൾക്കിടയിലെ പണ്ഡിതനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ജുമുഅക്ക് വരാതിരുന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന് തായിഫിലാണ്, മറ്റൊരു സ്ഥലത്താണ്. പിന്നെ അവരുടെ അടുത്തോട്ട് വന്നപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറയും, ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തു, അതായത് പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചിട്ട് പിന്നെ ജുമുഅ നിസ്കരിക്കാൻ വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും അസാബ സുന്നah, അദ്ദേഹം സുന്നത്തിനോട് ചേർന്ന രീതിയിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്ന് പറയും. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇളവ് കൊടുത്തിട്ടുള്ള കാര്യമാണ് ഇത്. ജുമുഅ വേണമെങ്കിൽ ഉപേക്ഷിക്കാം.